നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. കൈപ്പറമ്പ് EMS മെമ്മോറിയൽ മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജനങ്ങൾക്ക് ആവേശമായി VIP-കളുടെ ഷട്ടിൽ കളി. കായിക മന്ത്രി വി അബ്ദുറഹ്മാനും സേവ്യാർ ചിറ്റിലപ്പിള്ളി MLA-യും തമ്മിൽ നടന്നത് പൊരിഞ്ഞ പോലെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ജനങ്ങൾ. മേപ്പിൾ വുഡ് ഫ്ലോറിംഗ് പൂർത്തിയായ ഇൻഡോർ സ്റ്റേഡിയം കായിക പ്രേമികൾക്ക് സ്വന്തം. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി 1 കോടി രൂപ ചെലവഴിച്ച് പഞ്ചായത്ത് ഗ്രൗണ്ട് നവീകരിക്കും. പ്രഖ്യാപനം നടന്നു. കേരളത്തിന്റെ കായിക മുന്നേറ്റത്തിന് മികച്ച കളിസ്ഥലങ്ങൾ സംസ്ഥാനം ഒട്ടുക്കുമൊരുക്കുമെന്ന് മന്ത്രി അബ്ദുൾ റഹ്മാൻ. ആചാര അനുഷ്ഠാന പെരുമയോടെ തിരൂർ വടകുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും. ക്ഷേത്രത്തിലെ ഗജവീരൻ ദുർഗാദാസനെ പൂജിച്ച് ആന വയർ നിറച്ച് ഊട്ടി ഭക്തജനങ്ങൾ. നീരുകാലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നൽകിയ പൂജയിലും ഊട്ടിലും പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങളെത്തി. ക്ഷേത്രം മേൽശാന്തി കക്കാട്ട് ഹരി നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. നേതൃത്വം നൽകി ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഈശ്വര അയ്യരും സെക്രട്ടറി ഹരിദാസ് പാടാശ്ശേരിയും. ഭാരതാംബ വിഷയത്തിൽ ഇടത് സർക്കാർ വർഗീയ സ്വഭാവം നൽകാൻ ശ്രമിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വിവാദത്തിലൂടെ സർക്കാരിനെതിരെയുള്ള ജനകീയ രോക്ഷം വഴിതിരിച്ചുവിടാൻ ശ്രമമെന്നും കുറ്റപ്പെടുത്തൽ. ഭാരതാംബയെ പൂജിക്കുകയെന്നാൽ ഭൂമി ദേവിയെ പൂജിക്കുകയാണെന്നും മന്ത്രി. ശശി തരൂരിന്റെ തീരുമാനങ്ങൾ വ്യക്തിപരമായ താല്പര്യങ്ങളെന്നും BJP-യിൽ ചേരണമോ എന്ന് തീരുമാനിക്കേണ്ടത് തരൂരെന്നും സുരേഷ് ഗോപി. ജില്ലാ കളക്ടർക്കെതിരെയും കേന്ദ്രമന്ത്രി താൻ ആവശ്യപ്പെട്ടാൽ ഒരു മീറ്റിംഗ് പോലും വിളിക്കാൻ അർജുൻ പാണ്ഡ്യൻ തയ്യാറാകുന്നില്ലെന്നും കുറ്റപ്പെടുത്തൽ. ദേശീയപാതയിൽ നടക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെന്ന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ റോഡ് സുരക്ഷാ സമിതി യോഗത്തിൽ വിലയിരുത്തൽ. നിർമ്മാണ വീഴ്ചകൾക്കെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകി സമിതി. പൊതു റോഡുകളിൽ നിയമവിരുദ്ധമായി സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ, ബാനറുകൾ, ആർച്ചുകൾ എന്നിവ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും നിർദ്ദേശം. നിരത്തുകളിൽ സീബ്ര ലേനുകൾ സ്ഥാപിക്കുന്നതിന് മുൻഗണന നൽകണമെന്നും ആവശ്യം. തലപ്പള്ളി താലൂക്കിലെ എങ്കക്കാട് വില്ലേജിൽ ഇനി ഭൂമി സർവേ സമ്പൂർണ്ണ ഡിജിറ്റൽ. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട്. പ്രഖ്യാപിത ലക്ഷ്യം. സർവേക്ക് തുടക്കം. ക്യാമ്പ് ഓഫീസ് തുറന്നു. ഭൂ ഉടമകൾക്ക് സ്വന്തം ഭൂമിയുടെ കൃത്യമായ രേഖകൾ ലഭ്യമാകുമെന്നും കേരളത്തിന്റെ ഭാവി വികസന പദ്ധതികൾക്ക് പ്രയോജനപ്പെടുന്ന വിധം ഭൂമിയും ആധികാരിക രേഖയും ലഭ്യമാകുമെന്നും സേവ്യാർ ചിറ്റിലപ്പിള്ളി MLA. തെക്കുംകര പഞ്ചായത്തിലെ മണലിത്ര സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണോദ്ഘാടനം നടന്നു. ജയ്മോന്റെ ജീവകാരുണ്യ മനസ്സിന്റെ തിളക്കത്തിൽ വടക്കാഞ്ചേരി മഹാത്മാ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന് വീൽ ചെയറും എയർ ബെഡും ട്രസ്റ്റ് ചെയർമാൻ K. അജിത് കുമാർ ഏറ്റുവാങ്ങി. ജീവകാരുണ്യ രംഗത്ത് കൂടുതൽ കരുത്താകുമെന്ന് ഭാരവാഹികൾ. ഇറാനിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക ആക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധ ജ്വാലയുമായി CPM. സാമ്രാജ്യത്വ പിന്തുണയോടെയുള്ള നിറികെട്ട പ്രവൃത്തിയെന്ന് കുറ്റപ്പെടുത്തൽ. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ യുദ്ധവിരുദ്ധ റാലി നടത്തി. പ്രതിഷേധ പൊതുസമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അന്താരാഷ്ട്ര ഹബ്ബാക്കി മാറ്റുന്നതിന് പദ്ധതികളും പരിപാടികളും
സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണെന്ന് മന്ത്രി ആർ ബിന്ദു. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചത് 6000 കോടി രൂപ. സാങ്കേതിക വിദ്യാഭ്യാസ മേഖല വൻകുതിപ്പിന്റെ പാതയിലാണെന്നും മന്ത്രി. പോളിടെക്നിക്കുകൾ ജോലി നൽകുന്ന കേന്ദ്രങ്ങളെന്നും അവകാശവാദം. രാജ്യത്ത് ഇരുചക്ര വാഹനങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം എല്ലാ ഇരുചക്ര വാഹനങ്ങൾക്കും ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം നിർബന്ധമാക്കുന്നു. 2 ഹെൽമറ്റുകളും ഇനി നിർബന്ധം. നിരത്തുകൾ അപകടങ്ങൾ ഇല്ലാതാക്കുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് തീരുമാനം. 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിലാകും. റോഡ് അപകടങ്ങളിൽ മരണമടയുന്നവരിൽ 44% പേരും ഇരുചക്ര വാഹന യാത്രികരെന്ന് വിലയിരുത്തൽ. അക്കാദമിക് രംഗത്ത് മികവാർന്ന കുതിപ്പിൽ കേരളം. ദൈവത്തിന്റെ സ്വന്തം നാടിന് മറ്റൊരു ദേശീയ അംഗീകാരം കൂടി. ഹൈസ്കൂൾ തലത്തിൽ പാതി വഴിയിൽ പഠനം ഉപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഏറ്റവും കുറഞ്ഞ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായി കേരളം. 9-10 ക്ലാസുകളിൽ പഠനം നിർത്തുന്ന വിദ്യാർത്ഥികളുടെ ദേശീയ ശരാശരി 14.1. കേരളത്തിൽ 3.4% മാത്രം. ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞുപോക്ക് കർണാടകയിൽ. 22.2% വിദ്യാർത്ഥികളും കൊഴിഞ്ഞു പോകുന്നു. ഇരിങ്ങാലക്കുട നന്ദിക്കരയിൽ ദേശീയ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന 10ഓളം വാഹനങ്ങളിലേക്ക് ഓടിക്കയറി ലോറി. നിരവധി ഇരുചക്ര വാഹനങ്ങൾ തകർന്നു. പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറി ഇടിച്ചു കയറി. വൻ ദുരന്തം ഒഴിവായി. അപകടത്തിൽ ആർക്കും പരിക്കേൽക്കാതിരുന്നത് ഭാഗ്യം കൊണ്ട്.